നമസ്കാരം, PCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിൽഷാദ്. പ്രധാന വാർത്തകൾ. എറണാകുളം ജില്ലയിൽ ഭൂമി വില കുത്തനെ ഇടിയുന്നു. റിയൽ എസ്റ്റേറ്റ് ലോബികൾ അങ്കലാപ്പിൽ. നഗരസഭാ ബജറ്റിനെതിരെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഭരണപക്ഷം. കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നത് വികസനമല്ലെന്ന് വൈസ് ചെയർമാൻ. അടച്ചുപൂട്ടിയ മലമുറിയിലെ പൊതുശ്മശാനം 1 മാസത്തിനുള്ളിൽ തുറക്കുമെന്ന് നഗരസഭ. പെരുമ്പാവൂരിൽ മണൽവേട്ട പോലീസ് ശക്തമാക്കി. നിരവധി വാഹനങ്ങൾ കസ്റ്റഡിയിൽ. കൗതുകം നിറഞ്ഞ വിസ്മയ കാഴ്ചകളുമായി റോയൽ സർക്കസ് പെരുമ്പാവൂരിൽ നാളെ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. എറണാകുളം ജില്ലയിൽ കുതിച്ചുയർന്ന ഭൂമിവില കുത്തനെ ഇടിയുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഭൂമിവില ക്രമാനുഗതമായി കുറയുകയായിരുന്നു. ഇതേ തുടർന്ന് റിയൽ എസ്റ്റേറ്റ് രംഗം കടുത്ത മാന്ദ്യത്തിലേക്ക് നീങ്ങി. മൊത്തം കച്ചവടത്തിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ 50% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. IT മേഖലയിലെ തകർച്ചയും ഫ്ളാറ്റ് വിൽപ്പന രംഗത്തുണ്ടായ മാന്ദ്യവും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. സ്മാർട്ട് സിറ്റി പോലുള്ള വൻകിട പ്രൊജക്ടുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തന സജ്ജമാകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ശക്തി പ്രാപിക്കുമെന്ന പ്രവചനങ്ങൾ പാളുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. എറണാകുളം ജില്ലയിൽ ഭൂമി കച്ചവടത്തിൽ 50% കുറവാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിൽക്കാൻ ഭൂമിയുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണുള്ളത്. ആദ്യകാലത്ത് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിയ വൻകിട റിയൽ എസ്റ്റേറ്റ് ലോബികൾ കൃത്രിമ വിലക്കയറ്റമുണ്ടാക്കിയതാണ് കഴിഞ്ഞ വർഷം മധ്യത്തോടെ ഭൂമി വില കുതിച്ചുയരാൻ ഇടയാക്കിയത്. ഭൂമിക്ക് വൻ ഡിമാൻഡ് വരുന്നുവെന്ന വ്യാജ പ്രചരണവും ഇവർ അഴിച്ചുവിട്ടു. ഈ പ്രചരണത്തിൽ കുടുങ്ങി ഊഹക്കച്ചവടത്തിനിറങ്ങിയവർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലയിടിവിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കും. ഡോളർ അടക്കമുള്ള വിദേശ നാണ്യങ്ങളുടെ വില ഇടിഞ്ഞതും രൂപയുടെ മൂല്യം ഉയർന്നതും ഭൂമി വില ഇടിവിന് കാരണമായി. ഈ കാലയളവിൽ തന്നെ വിദേശ മലയാളികളുടെ നിക്ഷേപം 20% കുറഞ്ഞതും ഭൂമി കച്ചവടത്തിന് തിരിച്ചടിയായി. IT മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തം. 10,000 ശമ്പളം നൽകി IT മേഖലയിൽ ജീവനക്കാരെ നിയമിച്ച കമ്പനികൾ വരും നാളുകളിൽ ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ഫ്ളാറ്റ് കച്ചവടക്കാരുടെ അടിത്തറ ഇളക്കുമെന്നാണ് സൂചനകൾ. കൊച്ചിയിൽ ഫ്ളാറ്റുകളുടെ കുത്തനെയുള്ള വില തകർച്ച ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജില്ലയിലെ ഭൂമി വില കുത്തനെ ഇടിയുന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ മാന്ദ്യത്തിനു കാരണമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. പെരുമ്പാവൂർ നഗരസഭാ ബജറ്റിനെതിരെ പ്രതിപക്ഷം നടത്തിയ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ ഭരണസമിതിയുടെ അശാസ്ത്രീയമായ വികസന പദ്ധതികളാണ് നഗരസഭയെ കടക്കണിയിലേക്ക് നയിച്ചതും വികസന മുരടിപ്പിന് ഇടയാക്കിയതും. കോടികൾ മുടക്കി കെട്ടിപ്പൊക്കിയ 4 നിലകളിലുള്ള പച്ചക്കറി മാർക്കറ്റ് നഗരസഭയ്ക്ക് തീരാത്ത ബാധ്യതകളാണ് വരുത്തിവച്ചിട്ടുള്ളത്. സുഭാഷ് മൈതാൻ പാർക്ക് തല്ലിയുടച്ച് ആരും കയറാത്ത ഓപ്പൺ എയർ സ്റ്റേഡിയമാക്കി മാറ്റി. ലക്ഷങ്ങളാണ് ഇതുമൂലം നഗരസഭയ്ക്ക് നഷ്ടമായത്. കല്യാണ മണ്ഡപം പല മുൻ ഭരണസമിതികൾ മാറ്റിവെച്ച പ്രൊജക്റ്റാണ്. ഈ ഭരണസമിതി അത് നടപ്പിലാക്കൽ മാത്രമാണ് ചെയ്തത്. പാളയത്തിലെ പടം മൂടിവെക്കുന്നതിനാണ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോക്കി നടത്തിയതെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഇവരുടെ വികസന സങ്കല്പം എന്ന് പറയുന്നത് കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുണ്ടാക്കുക എന്ന് മാത്രമാണ്. 1.5 കോടി രൂപ വായ്പ കിട്ടിയതാണ് ഈ നഗരസഭ ഗ്രാൻഡ് കിട്ടിയതാണ് നമുക്ക് ദുരന്തം. ഒരു 8 കോടി രൂപ ഉണ്ടെങ്കിൽ ആ പണി ഇപ്പോൾ തീരുള്ളൂ. അത്രയും കാശ് കടം എടുത്തൊക്കെ ഇത് തീർത്ത് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും റിട്ടേൺ കിട്ടണമെന്നില്ല. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റേഡിയത്തിൻ്റെ നടുക്കുണ്ടായിരുന്ന 5-6 മുറി 7 മുറിയാണ് പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ വാടക കണക്കാക്കാലോ ഇത്രയും നാൾ. അത് പോയില്ലേ. ആ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നല്ല 1-ാം സ്റ്റേജായിരുന്നു. ആ സാധനം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി ഓരോ പദ്ധതികളും പരിശോധിക്കുക. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനല്ല. ഇതൊന്നും ആളുകളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ചെയ്തതല്ല. അപ്പോൾ ഇവർക്ക് കുറേ പദ്ധതികൾ കൊണ്ടുവരണം. അതാണ് വികസനം. ഇപ്പോൾ ഈ കഴിഞ്ഞ 2.5 കൊല്ലക്കാലം ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങളോ അതുപോലെ തന്നെ അത് ചെയ്യാം ഇത് ചെയ്യാം ഇതൊന്നും നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. പറ്റുന്ന കാര്യങ്ങൾ മാത്രം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഞങ്ങളിപ്പോൾ ഈ പുതിയ കുറച്ച് പദ്ധതികൾ തുടങ്ങി അത് ലേലം ചെയ്ത് അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ മുഴുവൻ കെട്ടിടങ്ങളും മുറികളും പോയി കഴിഞ്ഞാൽ അടുത്ത ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് ഉറപ്പുണ്ട്. അതുപോലെ ടാക്സ് അമിതമായി വർദ്ധിപ്പിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. അത് പൂർണ്ണമായും തെറ്റാണ്. കെട്ടിട നികുതി പുനർനിർണ്ണയം നടത്താൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ ഒരു സംശയമില്ല നമ്മളത് കിട്ടുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. നമ്മളെല്ലാം അടുത്ത ബഡ്ജറ്റിൽ ഇത് വരുമ്പോൾ ബോധ്യമാവും. അതുപോലെ തന്നെ വാടകയുടെ കാര്യത്തിലും ഇതൊന്നും അധികാരം ഏറ്റതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്തു. ആ പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച് അധികാരം കൈമാറ്റം വരുന്നു. അധികാരം കൈമാറ്റം വരുമ്പോൾ ആ പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ ഒക്കില്ലല്ലോ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഈ കല്യാണ മണ്ഡപത്തെ കുറിച്ച് അദ്ദേഹം വളരെ വാതോരാതെ ഇരുന്ന് പ്രസംഗിക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും. ഇത് തുടക്കം കുറിച്ച് KNGയുടെ കാലത്ത് ഈ കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് നടന്നില്ല. ഡോക്ടർ ഭാസ്കരൻ വന്നു, അത് നടന്നില്ല. രണ്ടാമത് ഞാൻ ചെയർമാനായി അധികാരത്തിൽ വന്നപ്പോൾ ടൗൺ ഹാളിൻ്റെ ശിലാസ്ഥാപനം കഴിച്ചാണ്. പണി തുടങ്ങേണ്ട വക്കത്തോളം വരെ എത്തിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റിവെച്ചുകൊണ്ട് പുതിയ ഒരു പ്രോജക്റ്റാണ് വിഭാവനം ചെയ്യുന്നത്. ആ പ്രോജക്റ്റിന് വേണ്ടി അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ഇതൊക്കെ വേണ്ടിയിട്ട് ഈ പേപ്പർ വർക്ക് നീക്കി എന്നുള്ളത് സത്യമാണ്. ഒരു പുതിയ ടൗൺ ഹാളിൻ്റെ രീതിയിലാണ് അത്. പഴയ ടൗൺ ഹാള് എന്തിന് ക്യാൻസൽ ചെയ്തു എന്നതിനെക്കുറിച്ചൊന്നും നമുക്കൊരു പരാതിയില്ല. പുതിയ കാഴ്ചപ്പാടോടുകൂടി പുതിയൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ ഉണ്ടാക്കി വരച്ച് തീർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനമാകുമോ? കല്യാണ മണ്ഡപമാകണമെങ്കിൽ അത് ടെൻഡർ ചെയ്യണം, പണി കൊടുക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുറേ പേപ്പർ വർക്ക് തീർത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല, നമ്മളത് അംഗീകരിക്കുകയാണ്. ആ പണി അടുത്ത് തന്നെ തുടങ്ങുകയാണ്. പിന്നെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ബാധ്യതയിൽ കൊണ്ടുവന്ന് ആക്കി തന്നുകൊണ്ടാണ് പോയിരിക്കുന്നത്. അത് പണി തീരണ്ടേ? അതിൻ്റെ പാർട്ട് ബില്ലിൽ കൊടുക്കണം. ഗ്രാൻഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 33 ലക്ഷത്തോളം രൂപ ആ ഒരു ഐറ്റത്തിൽ KUDFCക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 1 കോടി ചില്ലാൻ രൂപയാണ് ഈ ഗ്രാൻഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്? ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി